ഹരേ കൃഷ്ണ. നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇന്ന് ശ്രീലകത്ത് കാലുകൾ പിണച്ചു വെച്ച് ഓടക്കുഴൽ ഊതി നിൽക്കുന്ന ഗോപകുമാരനായിട്ടാണ്. കാലിൽ നല്ല വീതിയുള്ള പൊൻചിലമ്പ് അണിഞ്ഞിട്ടുണ്ട്. പട്ടിൻ്റെ നല്ല മഞ്ഞ പട്ടിൻ്റെ ഉടയാട ഞൊറിഞ്ഞുടുത്തിട്ടുണ്ട്. വീതിയുള്ള കൈവളകൾ ധരിച്ചിട്ടുണ്ട്. തോൾവളകളുണ്ട്, പൊൻകിരീടമുണ്ട്, സ്വർണ്ണ ഗോപി, മാങ്ങാമാല, പതക്കം പോലൊരു മാല, പിന്നെയോ വളയം പോലൊരു മാല. ഇതിൻ്റെ എല്ലാം മുകളിൽ 5ഓളം ഉണ്ടമാലകൾ. തുളസി, ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തുളസിമാല മാത്രമായിട്ടുണ്ട്. പിന്നെ തെറ്റിയും തുളസിയും വെള്ളത്താമരയും ഇടകലർത്തി ഉണ്ടാക്കിയ മാലയുണ്ട്. പൊൻകിരീടത്തിന് മുകളിലും മാലകൾ ചാർത്തിയിട്ടുണ്ട്. അതിന് മുകളിൽ ആ മയിൽപ്പീലി ചാർത്തിയിട്ടുണ്ട്. എന്ത് സുന്ദരനാണ് കാണാൻ, നമുക്ക് മതിവരാത്തൊരു രൂപം. നിങ്ങളെല്ലാവരും ഭഗവാന്റെ ഈ രൂപം മനസ്സിലങ്ങോട്ട് ഉൾക്കൊണ്ടോളൂ കേട്ടോ. കണ്ണടച്ച് ഭഗവാന്റെ രൂപം മനസ്സിൽ അങ്ങ് ഉൾക്കൊണ്ടോളൂ. എന്നിട്ട് കാലുകളൊക്കെ പിണച്ച് സ്വർണ്ണ ഓടക്കുഴൽ ചുണ്ടിനോട് ചേർത്ത് വെച്ചിട്ട് സ്വർണ്ണഗോപിയുടെ ഇപ്പുറത്ത് ഒരു കുങ്കുമത്തിൻ്റെ തിലകവും ചാർത്തിയിട്ടുണ്ട്. മഞ്ഞത്തിലകളുണ്ട്. കിരീടത്തിൽ ഉണ്ടമാലകളുണ്ട്, മയിൽപ്പീലിയുണ്ട്, കഴുത്തിൽ നിറയെ ഉണ്ടമാലകൾ, സ്വർണ്ണമാലകൾ, രത്നം പതിച്ച പതക്കം, കൈവളകൾ, തോൾവളകൾ, പൊന്നിൻ പാദസരം. എന്താ ഭംഗി! നമ്മുടെ കണ്ണൻ്റെ മനോഹാരിത വർണ്ണിക്കാൻ പറ്റില്ല. ചുറ്റും എന്തോ ഒരു വലിയ പ്രഭ വന്ന് നിറഞ്ഞതുപോലെ. ഇത് മനസ്സിലങ്ങോട്ട് കൊണ്ട് നിങ്ങൾ ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ചോളൂ.